ये क्या है? ചപ്പി ചപ്പി ചായേ ചപ്പി ഇങ്ങനെ ഏറ്റവും പുതിയ അമീർ ഖാൻ ചിത്രം സിത്താരെ സമീൻ പർ അതിൽ അഭിനയിച്ചിട്ടുള്ള ഗോപികൃഷ്ണനും അമ്മ രഞ്ജിനി വർമ്മയുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ് മകൻ്റെ? അഭിനയിക്കുമ്പോൾ ഉഷാറായിരുന്നു. ഗോപികൃഷ്ണൻ ഡൗൺ സിൻഡ്രോമാണ്. എങ്ങനെയാണ് ഗോപികൃഷ്ണൻ്റെ ഈ മാറ്റം എന്നുള്ളതാണ്? ഗോപികൃഷ്ണൻ വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു. കുട്ടിക്കാലത്ത് തീരെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയോ ഒന്നുമില്ല, 4 വയസ്സ് വരെ സംസാരിച്ചിട്ടില്ല, അങ്ങനെയൊക്കെയുള്ളൊരു മോനായിരുന്നു. അത് ആദ്യമായിട്ട് അവനൊന്ന് ഒരു സമയത്ത് അടങ്ങിയിരുന്നത് ആദ്യമായിട്ട് ഞങ്ങൾ അവനെ റിസ്ക് എടുത്തൊരു സിനിമ കാണിക്കാൻ കൊണ്ടുപോയപ്പോഴാണ്. മീശമാധവൻ എന്ന് പറഞ്ഞ സിനിമ കാണാൻ കൊണ്ടുപോയപ്പോഴാണ് അവൻ ആ സിനിമ കഴിയുന്ന വരെ അവൻ ഒരു ഓട്ടവും ചാട്ടവും ഒന്നും ഇല്ലാതെ അടങ്ങിയിരുന്ന് സ്ക്രീനിൽ ശ്രദ്ധിച്ചിരുന്ന് കണ്ടു. അപ്പോൾ സിനിമ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്കുള്ള ഇഷ്ടം സത്യം പറഞ്ഞാൽ അവൻ ആ 3.5 വയസ്സിൽ സ്റ്റാർട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. പിന്നീട് വീട്ടിൽ വന്നിട്ട് പിന്നെ അവൻ മീശമാധവൻ്റെ പോലെ മീശ പിരിക്കുന്ന ആക്ഷനൊക്കെ കാണിച്ചു തുടങ്ങി. ഡബ് സ്മാഷും ഇതെല്ലാം വന്നത്, ടിക്ടോക്ക് അങ്ങനത്തെ ആപ്പൊക്കെ വന്ന സമയത്ത് ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അവനെ ലിപ്സിങ്കൊക്കെ ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. ഇനി റീടേക്ക് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ വേറെ ആളെ വിളിക്കും, നിന്നെ അഭിനയിപ്പിക്കില്ല എന്ന് പറയുമ്പോൾ അവൻ 10ഓ 15ഓ ടേക്കിന് നിന്ന് തരും. പിന്നെ ഇവനൊരു റോള് കിട്ടണം അല്ലെങ്കിൽ ഒരു ചാൻസ് കിട്ടണം എന്നുള്ളതിൽ അവന് വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ പേജ് ഉണ്ടാക്കി ഞാൻ ഇവൻ്റെ പേരിൽ. എന്നിട്ട് ഇവൻ്റെ കുറേ വീഡിയോസ് അതിൽ ഷെയർ ചെയ്തു. ഞാൻ സിംഗറാണ് എല്ലാം ആണെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഒരു ചാൻസ് ആരോടും ചോദിച്ചിട്ടില്ല എന്ന് വരെ. ആ സമയത്തൊക്കെ തന്നെയാണ് തിരികെ എന്ന് പറഞ്ഞ മൂവിയുടെ ആൾക്കാർ ഇങ്ങനത്തെ ഒരു ഡിഫറെൻ്റ്ലി ഏബിൾഡ് കുട്ടീനെ നായകനാക്കാൻ വേണം എന്ന് പറഞ്ഞിട്ട് അന്വേഷിച്ച് നടക്കുന്നതും. അവർ കോഴിക്കോട് ബേബി മെമ്മോറിയലിൽ നമ്മളുടെ മെൻറ്ററും പീഡിയാട്രീഷ്യനായിട്ടുള്ള ഷാജി തോമസ് സാറുണ്ട്, ഡോക്ടർ. അദ്ദേഹത്തിനെ കോണ്ടാക്ട് ചെയ്തപ്പോൾ അദ്ദേഹമാണ് ഗോപികൃഷ്ണൻ്റെ പേര് അങ്ങനെ പറഞ്ഞു കൊടുത്ത്. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയായിരുന്നു? ഒപ്പം തന്നെ ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ളൊരു യാത്ര ശരിക്ക് എല്ലാ സംഭവങ്ങളും മാറ്റി വെച്ചുകൊണ്ടാണ് ഇവൻ്റെ പിന്നാലെ നിൽക്കുന്നത് കാര്യങ്ങൾ. അപ്പോൾ നോർമൽ സ്കൂളുകളിൽ കൊണ്ടുപോകുമ്പോൾ അവർ പറയും ഇവിടെ പഠിപ്പിക്കാൻ പറ്റില്ല, കുട്ടിയെ നോക്കാൻ പറ്റില്ല, സ്പെഷ്യൽ സ്കൂളിൽ കൊണ്ടുപോകാൻ പറയും. സ്പെഷ്യൽ സ്കൂളുകളിൽ പറയും ഇത്രയും ആ കുട്ടിക്ക് അത്രയും കുഴപ്പങ്ങളൊന്നുമില്ല, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ വഷളാവും, കൂടുതൽ പ്രൊഫൗണ്ട് കേസസ് ഒക്കെ ഉണ്ട് എല്ലാത്തിൻ്റെയും ഇടയിലെന്ന് പറയും. 3 ദിവസം നോർമൽ, 3 ദിവസം സ്പെഷ്യൽ, അങ്ങനെയുള്ള രീതിയിൽ കൊണ്ടുപോയി. പിന്നെ 9th ഒക്കെ ആയപ്പോഴത്തേക്കും 8th 9th ഒക്കെ 10th എഴുതിയത് പറയഞ്ചേരി എന്നാണ്. അപ്പോൾ ആ സമയം ആയപ്പോഴത്തേക്കും പിന്നെ നോർമൽ സ്കൂൾ മാത്രമാക്കി മാറ്റി, സ്പെഷ്യൽ സ്കൂളിൽ നിർത്തി. വീട്ടിൽ നിന്ന് ഞാനും ട്രെയിൻ ചെയ്യിപ്പിക്കും, പിന്നെ ഒരു ടീച്ചറേയും, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഇവൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ പിന്നെ +1 +2 ഈസ്റ്റ് ഹിൽ ഹയർ സെക്കൻഡറിയിൽ പഠിച്ചു. അപ്പോൾ ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നതാണ് ഗസ്റ്റ് ലെക്ചറായിട്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ. ഞാൻ എറണാകുളംകാരിയാണ്, ഹസ്ബൻഡ് തൃശ്ശൂരുകാരനാണ്. പക്ഷേ ഞങ്ങൾ മോന് വേണ്ടിയിട്ട് കോഴിക്കോടുകാരായതാണ്. +2 കഴിഞ്ഞിട്ട് പിന്നെ അവൻ GTechലും LBSലും ആയിട്ട് കമ്പ്യൂട്ടർ കോഴ്സസ് ചെയ്തു. 3 ഡിപ്ലോമ എടുത്തിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ. പക്ഷെ അവന് വേറെ ജോലിയൊന്നും വേണ്ടെന്നാണ് പറയുന്നത്, അഭിനയം മതി എന്നാണ് പറയുന്നത്. താരെ സമീൻ പറിന് ശേഷം അമീർ ഖാൻ ഇതേപോലെ തന്നെ അതിലൊരു യാത്രയുടെ തുടർച്ച കൂടെയാണല്ലോ സിത്താരെ സമീൻ പർ. ഈ ഒരു യാത്രയുടെ തുടർച്ചയിൽ അമീർ ഖാനുമായിട്ട് ഇത്തരം കുട്ടികളുടെ കൂടെ ഒരുപാട് ദിവസങ്ങൾ നിങ്ങളും ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ഇത്തരം കുട്ടികളുടെ ഒരു കാഴ്ചപ്പാട്, എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? പ്രത്യേകിച്ച് യൂട്യൂബിലാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ആമിർ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഡൗൺ ടു എർത്ത് മനുഷ്യനാണ്. ഭയങ്കര വിനയവും സ്നേഹവും എല്ലാവരോടും. അങ്ങനെ നമ്മളെ അദ്ദേഹം ഇത്രയും വലിയൊരു സ്റ്റാറാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഭാവമില്ലാത്ത ഒരാളായിരുന്നു. നമ്മളുടെ കൂടെയൊക്കെ തന്നെ ഇരുന്നു. ഈ കുട്ടികളിലൊക്കെ ഭയങ്കര ഇവർക്ക് അടുത്ത വീട്ടിലെ അങ്കിൾ എന്നുള്ള പോലെയായിരുന്നു. ഗോപികൃഷ്ണനൊക്കെ അതെ, നേരെ പോയി തോളത്ത് കൈയിട്ട് നിൽക്കും. നമുക്ക് തോന്നും അയ്യോ ഇത് ആമിർ ഖാൻ അല്ലേ.
അദ്ദേഹത്തിനും ഒരു കുഴപ്പമില്ല. ഇവരെല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയും അങ്ങനെയൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. സ്പെഷ്യൽ കുട്ടികളെക്കാട്ടിലും പാരൻസിനെക്കാട്ടിലും നോർമൽ സോ കോൾഡ് നോർമൽ ആൾക്കാർ ഇത് കാണണം. അപ്പോഴേ ഈ റിയൽ ഇൻക്ലൂഷൻ സൊസൈറ്റിയിൽ നടക്കുള്ളൂ, ഇവരത്ര പോരാത്തവരല്ല എന്നുള്ളൊരു സന്ദേശം കൊടുക്കുന്ന ഒരു സിനിമയാണത്. ശരിക്കും റിലീസ് ചെയ്തതിന് ശേഷം പ്രേക്ഷകരിൽ നിന്ന് ലഭിക്കുന്ന ഒരു പിന്തുണ എങ്ങനെയുണ്ട്? അത് വരുന്ന സിനിമകളിലേക്ക് അല്ലെങ്കിൽ ഗോപികൃഷ്ണൻ്റെ ഭാവി അഭിനയത്തിന് എത്രമാത്രം കരുത്താകും? എന്തൊക്കെയാണ്? ഈവൻ ആമിർ സാറ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, गोपी जो है वो केरला का है और उसे हिंदी नहीं आती। अरे हाँ, लेकिन उसने हिंदी फिल्म की है। ये आप देखिए कितनी बड़ी बात है। अगर आप मुझे बोलें कि मलयालम फिल्म कर लो, मुझे बड़ी तकलीफ होगी। वो केरला का है, मलयालम उसकी मातृभाषा है, हिंदी नहीं जानता वो, लेकिन वो इतना अच्छा एक्टर है कि हमने उसको लिया और उसने हिंदी के डायलॉग सीखे फिल्म के लिए। ये आसान बात नहीं होती, टिपिकल इंसान के लिए भी आसान बात नहीं होती। तो ये 10 के 10 एक्टर्स ने कितना कमाल का काम किया है। इट्स रियली अमेजिंग। എല്ലായിടത്തുനിന്നും വളരെയധികം അഭിനന്ദനങ്ങൾ അവന് വരുന്നുണ്ട്. ഈ സിനിമ കണ്ടതിന് ശേഷം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇൻഡോ വിയറ്റ്നാം ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഒരു ഇൻ്റർനാഷണൽ മൂവിയാണ്. അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഡൽഹിയിൽ അതിൻ്റെ ലോഞ്ചായിരുന്നു. അതിൽ ഗോപികൃഷ്ണന് വേണ്ടി സത്യം പറഞ്ഞാൽ അവരൊരു ക്യാരക്ടർ ക്രിയേറ്റ് ചെയ്ത പോലെയാണ് അവർ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ മലയാളത്തിൽ 3 സിനിമ ഓൾറെഡി ചെയ്തു. ആദ്യം തിരികെ, അതിനുശേഷം ത്രയം, ഇടിയൻ ചന്തു, ഈ 3 സിനിമ, പിന്നെ സുധാമണി സൂപ്പറാണെന്ന് പറഞ്ഞിട്ട് സീ കേരളത്തിലൊരു സീരിയല്. ഒരു ഷൂട്ടിംഗ് അനുഭവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മാഡത്തിനെ സംബന്ധിച്ചും അമീർ ഖാനെ പോലുള്ള ഒരു നടനൊപ്പം ചിലവഴിക്കാൻ കഴിഞ്ഞ നിമിഷങ്ങളൊക്കെ ഞാൻ കണ്ടു സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട്. നമുക്ക് വലിയൊരു സ്റ്റാറാണെന്ന് തോന്നിയില്ല. അതെ, അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. दिल भी सारा पार्टी बदले कैसा है जमाना वाह लगा तू अपने दिल को जरा चले आखिर है क्या माजरा अरे पल में फिसलता है पल में संभलता है कंफ्यूज करता है बस क्या बात है क्या क्या मैं बोलूं सुन सुन सुना आती क्या खंडाला क्या करूं आंखें में खंडाला अरे घूमेंगे फिरेंगे नाचेंगे गाएंगे ऐश करेंगे और सुन सुना आतिथ्यन खंडाला क्या कहूँ आके मैं खंडाला अरे घूमेंगे फिरेंगे नाचेंगे गाएंगे ऐश करेंगे और क्या. ഗോപികൃഷ്ണ ആക്റ്റീവായി എത്ര പെട്ടെന്നാണല്ലേ പാട്ട് പാടുമ്പോഴേക്ക്. അതെ അതെ, ഭയങ്കര സംസാരിച്ചപ്പം കുറച്ച് ബോറടിച്ചിരുന്നു തോന്നുന്നു. ഗോപികൃഷ്ണൻ എങ്ങനെ ഉണ്ടായിരുന്നു അമീർ ഖാനൊക്കെ ഒപ്പമുള്ള നിമിഷങ്ങൾ? അമീർ സാർ കുഴപ്പമില്ല, സ്മാർട്ടാണ്. സ്മാർട്ടാണ്. കുറെ കെട്ടിപ്പിടിക്കുന്ന ഭയങ്കര ഇന്റിമേറ്റ് സീനൊക്കെ ഉണ്ടല്ലോ സിനിമയിൽ അല്ലേ? ചപ്പി ഇങ്ങനെ എന്ത് പറയാ, എപ്പോഴെന്താ വിളിക്കുക ഗോപിയെ? അല്ല വിളിക്കും. ഇനി സെക്കൻഡ് പാട്ടുണ്ട്. ഗോപിനെ അമീർ സാർ എന്താ വിളിക്കുക? എന്നെയാ കുട്ടുവ വിളിക്കണം. ക്യാരക്ടറിന്റെ പേര് ഗുഡു. ഈ ബാസ്കറ്റ്ബോൾ ഒക്കെ പ്രാക്ടീസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, കുറേ തവണ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ടീമെല്ലാം എങ്ങനെയായിരുന്നു ഇവരുടെ ക്യാമ്പ്? ആക്ച്വലി ഞങ്ങൾക്ക് ഈ മൂവിയിലേക്ക് സെലക്ഷൻ 2022 കിട്ടിയതാണ്. കാസ്റ്റിംഗ് കോൾ വഴി അപ്ലൈ ചെയ്തതായിരുന്നു. എനിക്ക് സ്ക്രിപ്റ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു, മോനെ ഡയലോഗ്സ് പഠിപ്പിക്കാൻ. കാരണം ഇവന് ഹിന്ദി അറിയില്ലാത്തത് കൊണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഫുള്ള് ഞാൻ ഇവനെ ഹിന്ദി ഡയലോഗ്സ് പഠിപ്പിച്ച് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയത്. പിന്നെ വർക്ക്ഷോപ്പിൽ ഫുള്ള് നാടകം പ്രാക്ടീസ് ചെയ്യുന്ന പോലെയായിരുന്നു, തിയേറ്റർ വർക്ക്ഷോപ്പ് പോലെയായിരുന്നു. ഈ കുട്ടികളുടെ അതേ മാനറിസങ്ങൾ ശരിക്കും അവർ ഉപയോഗപ്പെടുത്തിയെന്നാണ് നമുക്ക് പെട്ടെന്ന് തോന്നുന്നത്, അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യാതെ. അതെ, അതിനകത്തൊരു ലൈനുണ്ട്, സബ്കാ അപ്ന അപ്ന നോർമൽ എന്ന് പറഞ്ഞിട്ടൊരു ലൈനുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം നിങ്ങളുടെ നോർമൽ നിങ്ങളുടെ നോർമൽ, എൻ്റെ നോർമൽ എൻ്റെ. കാരണം എന്ത് കാര്യത്തിനും നമ്മൾ ഡിഫറെൻ്റ് ആണല്ലേ. ഇപ്പോൾ ഒരാൾക്ക് ഇഷ്ടമുള്ള പാട്ടാവില്ല വേറെ ആൾക്ക് ഇഷ്ടം, ഭക്ഷണം എല്ലാത്തിലും വ്യത്യാസം ഉണ്ടാവും.
ഛായ, മുഖഛായ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ ഓരോ ബിഹേവിയറൽ സംഭവങ്ങളെല്ലാം വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ എല്ലാം അയ്യോ അതെന്താ അങ്ങനെയെന്ന് തോന്നാതെ നോർമലായിട്ട് കാണാൻ പഠിച്ചാൽ സൊസൈറ്റിയിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കും. ഒരുപാട് രക്ഷിതാക്കളുണ്ടാവും വളരെ മാനസികമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഇത്തരം കുട്ടികൾക്കുണ്ട്. അവരോടൊക്കെ എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഞാൻ മോൻ കാരണം എൻ്റെ ഹിന്ദി ടീച്ചിങ് ഉപേക്ഷിച്ച് മ്യൂസിക് തെറപ്പി എന്ന് പറഞ്ഞ ഫീൽഡിലാണ് ഇപ്പോൾ ഉള്ളത്. അതിപ്പം ഈ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുട്ടികളെ ആ ഒരു നമ്മളുടെ ജീവിതത്തിലെ നോർമൽ ഒരു റിതത്തിലേക്ക് കൊണ്ടുവരാൻ അതൊരു മ്യൂസിക്കിൻ്റെ ആ ഒരു റിതം കൊണ്ടാണ് അത് ഏറ്റവും നന്നായിട്ട് പറ്റുക. രാവിലെ തുടങ്ങുന്ന ഒരു ഷൂട്ടാണ്, നമുക്കറിയാം. പ്രത്യേകിച്ച് ബോളിവുഡ് പോലുള്ള ഒരു ഇൻഡസ്ട്രിക്കകത്ത് അത് കുറച്ചും കൂടെ കർശനമായിട്ടായിരിക്കും പോവുക. നോർമൽ ഒരാളെ എന്താ പറയുക ചെയ്യുന്നതിനേക്കാട്ടിലും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ കുട്ടികൾ ചെയ്യുക കാര്യങ്ങൾ. കാരണം ഇവരെ ഒരു കാര്യം പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വേണം എന്ന് പറഞ്ഞാൽ അവരത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. സോ കോൾഡ് നോർമൽ പീപ്പിൾ ചിലപ്പോൾ 15 മിനിറ്റോ 20 മിനിറ്റോ അല്ല 2 മിനിറ്റോ 2 മണിക്കൂർ ലേറ്റ് ആവും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഡയലോഗ് പഠിക്കാതെ വരും. ബട്ട് ഇവരെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല. കൂടെ അഭിനയിച്ച കുട്ടികളെക്കുറിച്ച്, കൂട്ടുകാരെക്കുറിച്ച് എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്. ഋഷഭ്, ആറുഷ്, ആയുഷ്, വേദാന്ത്, നമ്മൻ, സെമി. സിനിമയ്ക്ക് ശേഷം വിളിക്കാറുണ്ടോ കൂട്ടുകാരൊക്കെ? ഉണ്ട്. ഉണ്ട്, കോണ്ടാക്റ്റ് ഉണ്ട് അവരുമായിട്ട് അല്ലേ? വാട്സപ്പുണ്ട്. വാട്സപ്പിലുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? അവരൊക്കെ എന്താ പറയുന്നു? അവര് കുഴപ്പമില്ല, ഹാപ്പിയാണോ അവര്? ഹാപ്പിയാ. സിനിമയ്ക്ക് ശേഷം ഹാപ്പിയാണ്. സിനിമയിൽ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട രംഗങ്ങൾ ഏതാ? കുടിക്കാനുണ്ട്. കുളിക്കുന്ന സീനുണ്ട് അതിൽ. അതെ, ഹിന്ദി പറയാൻ പാടില്ല. കുഴപ്പമില്ല. ഞാനും നടപ്പേരും ഭൂമി കൊണ്ട് കാപ്പിനുണ്ടാക്കി ഞാൻ നോക്കി അവളെ നോക്കി നടപ്പേരും ശിക്ഷമ ഒളിച്ചു നോക്കി. സെറ്റിൽ ഷാരൂഖ് ഖാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു ദിവസം കുട്ടികളെ മീറ്റ് ചെയ്യാൻ. അന്ന് ഭയങ്കര ഓവർ ആങ്സൈറ്റി ആയി പിള്ളേർക്കൊക്കെ ഭയങ്കര. കാരണം അവർ അത്രയും എന്താ പറയുക ഓവർ ദ മൂൺ എന്ന് പറയണമല്ലേ, അത്രയും ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഈ കുട്ടികളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു ലെവലിലായിരുന്നു ആമിർ സാർ ഉണ്ടായിരുന്നത്. എനിക്കൊരു മോളുണ്ട്. ഭർത്താവ് LICയിലായിരുന്നു, ഇപ്പോൾ റിട്ടയർ ചെയ്തു. മോള് അമേരിക്കയിൽ ഇപ്പോൾ PhD കഴിഞ്ഞു, ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിൽ ജോബ് ജോയിൻ ചെയ്തു. അങ്ങനെ അമ്പിളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാൻ ആരോമലെ വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കനവു കണ്ടുണരാനായി ഉഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തുടി പോലെ മയങ്ങൂ നീയൻ മടിമേലേ ആരിരോ ആരിരാ.